ഞാൻ ഓരോ അപ്സൈക്കിൾ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വിചാരിക്കാറുണ്ടോ എവിടുന്നാ ഇത്രമാത്രം ടോപ്പ് കിട്ടുന്നതെന്നൊക്കെ. ബട്ട് ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ടോപ്പ് തന്നെ കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ടോപ്പുകളാണ് ഇതൊക്കെ. ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഈ ഒരു സൈസാണ്. അതായത് അധികം വലുപ്പം വയ്ക്കില്ല, അധികം തടിയും വയ്ക്കില്ല. അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ഞങ്ങൾക്ക് ഫിറ്റായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേടുവരാത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ വേസ്റ്റാക്കി കളയാറില്ല. അതായത് ഇങ്ങനെ കളയാറില്ല, എപ്പോഴും അതിങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ലൂസല്ലേ, ലൂസായതുകൊണ്ട് നമുക്കിതൊന്ന് ഫിറ്റാക്കാം. ആ രീതിയിൽ നമുക്ക് അപ്സൈക്കിൾ ചെയ്യാം. അപ്പോൾ എനിക്ക് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഞാനൊരു 13 ലെങ്ത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വരയ്ക്കുന്നത് ചെസ്റ്റ് ലൈനാണ്. അതായത് നമുക്ക് അതിനനുസരിച്ചാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ചെസ്റ്റ് ലൈനും ഞാൻ ഈ ലെവലിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആം ഹോളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ നമ്മൾ ആ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ വരെ വരുന്ന രീതിയിൽ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒരു കേർവ്ഡ് ആക്കി കൊടുത്ത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ താഴത്തെ പോർഷനിൽ നമ്മുടെ വേസ്റ്റ് ലൈന് നമ്മൾ കണ്ടെത്തണം. ആ ഒരു വേസ്റ്റ് ലൈനിൽ കൂടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് അത് രണ്ടും ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് സീം അലവൻസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു, എൻ്റെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു, ആം ഹോൾ വരച്ചു. അങ്ങനെ ഒരു ബേസിക് ലെവൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ താഴെ വരച്ചത് ചെറുതായിട്ടൊരു ചെരിഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് ആദ്യം ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഫുൾ വരച്ച് വെക്കണം. അതിന് ശേഷമാണ് സീം അലവൻസ് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യേണ്ടത്. സീം അലവൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുക്കൽ സത്യം പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. കുറച്ച് കട്ടി വരുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ്. പെട്ടെന്നൊന്നും വിചാരിച്ച പോലെ കട്ടാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സീം അലവൻസ് കൊടുത്ത ആ ഒരു ലൈനിലൂടെയാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പ് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിൽ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസൈനൊക്കെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വേണം കേട്ടോ ഫോൾഡ് ചെയ്യാൻ. അതൊന്നും ഒരിക്കലും മറക്കരുത്. അതൊക്കെ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കല്ല, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സ്ലീവിൻ്റെ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തില്ലേ, ആ പോർഷനൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലീവാണ്. സ്ലീവ് രണ്ടും ഫുൾ സ്ലീവ് ആണല്ലോ. സോ ഞാൻ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം എന്നൊരു തോട്ട്. സ്ലീവ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത്, അതായത് ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ തുന്നഴിച്ചങ്ങനെ സമയം കളയാറില്ല. സോ ഞാൻ അതിൻ്റെ സൈഡ് എഡ്ജസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ ഇതിൻ്റെയും ലോക്ക് ചെയ്ത ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലോത്ത് അതിൽ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനത് നിവർത്തി ഓപ്പൺ ചെയ്ത സമയത്ത് അതിലൊരു സിബ് വരുന്നുണ്ടായിരുന്നു സ്ലീവിൻ്റെ ആ ഒരു സൈഡിൽ. അപ്പോൾ അത് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സ്ലീവിൻ്റെ താഴെയുള്ള റിബ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അത് ഇഷ്ടമായി ആ ഒരു സിബ് വരുന്നത്. അപ്പോൾ ഒരു ഓവർ കോട്ടൊക്കെ പോലെ വരുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ഒരു ഫ്ലാപ്പ് വരുന്ന രീതിയിൽ ഞാനത് ചെസ്റ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ രണ്ട് സൈഡൊക്കെ നീറ്റാക്കി കൊടുത്തു, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതുണ്ടോ, ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് കൂടെ ആ ഒരു ടോപ്പിൻ്റെ ഒപ്പം ഒന്ന് ഫിറ്റാക്കണം. അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ സിമ്പിളല്ലേ പണി, നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായി, ബട്ട് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ല. അതെനിക്ക് തോന്നുന്നു ആ സെൻറ്ററിലുള്ള ആ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ പ്രിൻ്റ് എനിക്ക് വല്ലാണ്ട് അങ്ങ് ലൈക്കായില്ല. ആ ഒരു പ്രിൻറ്റും സൈഡിൽ തന്നെ ആ സിബും വന്നപ്പോൾ അതിലേക്ക് എന്തോ അങ്ങ് മാച്ച് ആവാത്ത പോലെ തോന്നി. സമയമുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.